ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ആദ്യമായിട്ട് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. യൂറോപ്യന്മാർ കേരളത്തിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് വ്യാപാരത്തിനായി എത്തിയത്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായിട്ട് വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളായിരുന്നു അറബികളും ചൈനക്കാരും. യൂറോപ്യന്മാർ 15-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലോട്ട് വന്നത്. അതിനു മുമ്പേ കേരളവുമായിട്ട് വാണിജ്യബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അറബികളും ചൈനക്കാരും. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളുടെ ക്രമം എന്ന് പറയുന്നത് ആദ്യം പോർച്ചുഗീസുകാരാണ് വന്നത്, രണ്ടാമത് ഡച്ചുകാരാണ് വന്നത്, മൂന്നാമത് ബ്രിട്ടീഷുകാരാണ്, നാലാമതായിട്ട് ഫ്രഞ്ചുകാരാണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം വന്നത് ബ്രിട്ടീഷുകാരാണ്. ഏറ്റവും ഫൈനലി ഇവിടെ വന്നത് ഫ്രഞ്ചുകാരാണ്. ആദ്യം നമുക്ക് പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കാം. പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? 1943 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വഴി കണ്ടെത്തേണ്ടി വന്നത്. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വഴി കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇനി നമുക്ക് വാസ്കോ ഡ ഗാമയെ പറ്റി നോക്കാം. വാസ്കോ ഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോ ഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് തൻ്റെ ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള തൻ്റെ ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ യുഗത്തിന് തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനാണ് സർദാർ KM പണിക്കരാണ്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന് തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ എന്ന് പറയുന്നത്. ഇനി വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാരെന്ന് വെച്ചാൽ അതാരാണ്? മാനുവേൽ ഒന്നാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. വാസ്കോ ഡ ഗാമ തൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചത് 1948 മെയ് 20-നാണ്. വാസ്കോ ഡ ഗാമ തൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചത് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? 1498 മെയ് 20-നാണ്. അടുത്തത് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോവ് എന്ന് പറയുന്നതാണ് ആളാണ് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അടുത്തത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കാപ്പാട്. എവിടെയുള്ളതാണ്? കോഴിക്കോട് കാപ്പാട്. എന്നാണ്? 1498 മെയ് 20-ന്. 1498 മെയ് 20-ന് ഇന്ത്യയിലെ കോഴിക്കോടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ കാപ്പാടാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയത്. ഇനി വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് ഏതാണ്? സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നത്. ഇനി വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് ഏതൊക്കെ? സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ.
വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷമാണ് 1498 വാസ്കോഡ ഗാമ ലിസ്ബണിലോട്ട് മടങ്ങിപ്പോയത്. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചെലവായ 60 ഇരട്ടി ലാഭം വാസ്കോഡ ഗാമയ്ക്ക് അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ നിന്ന് തിരിച്ച് ലഭിക്കുകയുണ്ടായി. ഇനി വാസ്കോഡ ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകിയത് ആരാണ്? മാനുവേൽ രാജാവാണ് വാസ്കോഡ ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകിയത്. ഇനി വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? 1524 വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയത്. ഒന്നാമത്തേത് ആദ്യമായിട്ട് വന്നത് എന്നാണ്? 1498. രണ്ടാമത് 1502 വന്നു. ഇനി വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനമായും വന്നത് എന്നാണ്? 1524 വാസ്കോഡ ഗാമ അവസാനമായിട്ട് ഇവിടെ വന്നത്. ഇനി വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. അതായത് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഇവിടെ വന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡ ഗാമ ഇവിടെ വന്നത്. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷമാണ് 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. എന്നാണ്? 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം അന്തരിച്ചത്. എന്നാണ്? 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയതാണ് 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസ് പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന വിശേഷണമുള്ളത് ആർക്കാണ്? വാസ്കോഡ ഗാമയ്ക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ അല്ലെങ്കിൽ സേനാപതി എന്ന വിശേഷണം ഉള്ളത്. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചതാണ് മാനുവേൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗോവ.